ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് നല്ല വട്ടയപ്പമാണ് മമ്മി ഉണ്ടാക്കിയത്. നല്ല കരിക്ക് കിട്ടിയപ്പം അതൊക്കെ ഇട്ട് അരച്ചെടുത്ത മാവും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വട്ടയപ്പവും ചായവാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ വെളിയിൽ മീൻ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ പണ്ട് മുതൽക്കേ ചരുവത്തിൽ മീനും കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വിൽക്കാറാണ് പതിവ്. അപ്പോൾ കയ്യിൽ ത്രാസോ അല്ലെങ്കിൽ വെയിൻ മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന പാത്രത്തിൽ കയ്യിൽ ഒരളവിലെടുത്ത് മീൻ എടുത്തിടുന്നതാണ് പതിവ്. സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിലൊന്നും ഈ ഒരു ഏരിയയിലോട്ട് ആളെ കാണാറേ ഇല്ല കേട്ടോ. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമൊക്കെ വരാറുള്ളൂ. അതും എല്ലാം കറക്റ്റ് ദിവസങ്ങളിൽ തന്നെ വരത്തുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാനായിട്ടും പിന്നെ കുറച്ച് വറുക്കാനായിട്ടൊക്കെയാണ് മമ്മി മീൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ മീനൊക്കെ തന്നിട്ട് ഇനി താഴോട്ട് കുറച്ചധികം വീടുകളുണ്ട്. പുള്ളിക്കാരി ഇനി അങ്ങോട്ട് പോവാം. അപ്പം ആ സമയത്തിനുള്ളിൽ തന്നെ മമ്മി മീൻ വെട്ടാനായിട്ടൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ഇത് വെള്ളച്ചൂരിയാണ്, ഇത് കറി വെക്കാനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രാവിലെ കൊണ്ടുവന്ന സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് വെട്ടിയെടുക്കുവാണേ. ഇന്ന് മീൻകറി മാത്രമേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഒഴിച്ചുകറി വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ തൈര് വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിട്ടെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അധികം കടകളും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചധികം നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാടക്കടയുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു കടയിൽ നിന്ന് തന്നെ നമുക്കെല്ലാം വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുന്ന് എന്തായാലും തൈരും കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകും. ഇതിപ്പോൾ സമയം 10:30 പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ആ ഒരു വെയിലില്ലേ, അതുപോലെയാണ് തോന്നുന്നത്. രാവിലെ തൊട്ട് ഭയങ്കര വെയിലാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. കപ്പ വേവിക്കാനാണ്. അപ്പോൾ കപ്പ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി കപ്പ വേവിച്ചതും മീൻകറിയും ഒക്കെയാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഊണ്. അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മമ്മി പറഞ്ഞു ഇനി എല്ലാം ആയി കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതിയെന്നേ. അതുകൊണ്ടിതാ കപ്പ വേവിച്ചതും മീൻകറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് ബ്രദർ എത്തിയിട്ടുണ്ട്. ആൾക്ക് ഈ വക സാധനങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇതെല്ലാം വാങ്ങിച്ച് മമ്മി അരിഞ്ഞ് വറക്കി എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയത്. അപ്പം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇനി ചോറ്, പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടി, പിന്നെ കൂമ്പ് തോരൻ, മീൻ വറുത്തത്, പിന്നെ മോരുകറി, ഇത്ര ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഊണ് ഭയങ്കര കുശാലായിരുന്നു കേട്ടോ. ഇതാ ഒരു ഓമയ്ക്ക പഴുക്കാനായിട്ട് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. 2-3 ദിവസം മുന്നേ തന്നെ പറിച്ച് വെച്ചിരുന്നതാണ്. റെഡ് ലേഡിയാണ്. കാത്തിരുന്ന് ഇവിടെ ഒരു റെഡ് ലേഡി പപ്പായ ഉണ്ടായതാണ്. അപ്പം വേറെ ഏതെങ്കിലും ജീവികൾ വന്ന് കഴിക്കുന്നതിന് മുന്നേ തന്നെ പറിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഏകദേശം അത് പഴുത്തിട്ടുണ്ടെന്ന് തോന്നിയേ. പുറമേ ഭയങ്കര ഹാർഡാണ്, പക്ഷേ അകമേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നവരുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. കാരണം പലരുടെ വീട്ടുമുറ്റത്തും ഈ ഓമ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അന്നേരപ്പോഴൊന്നും ആ ഒരു ഓമയ്ക്ക നമുക്ക് അവർ തരാറില്ല. സാധാ ഓമയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തോരൻ വെക്കാനോ കഴിക്കാനോ ആവശ്യത്തിന് വന്ന് പറിച്ചെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഗുഡൻസ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മുടെ സ്വന്തം സ്ഥലത്തു നിന്ന് ഒരെണ്ണം കിട്ടിയപ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.